നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഉത്സവാന്തരീക്ഷം തീർത്ത് CCTVയുടെ രജത ജൂബിലി ആഘോഷം. നൃത്ത, സംഗീത, ഹാസ്യവിരുന്നും കുടുംബ സംഗമവും കലാപരിപാടികളും വിവിധ പ്രകാശന ചടങ്ങുകളും വർണ്ണാഭമായി. പ്രാദേശിക കേബിൾ TV നെറ്റ്വർക്ക് രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റത്തിന്റെ പുതുഗാഥ രചിച്ച CCTVയുടെ സിൽവർ ജൂബിലി ആഘോഷം പ്രൗഢമായി. ചെമ്മണ്ണൂർ ഷെയ്ഖ് പാലസ് ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 2:30 ആഘോഷ പരിപാടികൾക്ക് കുടുംബസംഗമത്തോടെ തുടക്കമായി. കേബിൾ TV ഓപ്പറേറ്റർമാർ, CCTV ജീവനക്കാർ തുടങ്ങിയവരും ഇവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്ത സംഗമം K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ അധ്യക്ഷയായി. കോൺഗ്രസ് നേതാവും മുൻ തൃത്താല MLAയുമായ VT ബൽറാം, പാണ്ടിമേളത്തിൽ വിസ്മയം തീർക്കുന്ന വാദ്യരംഗത്തെ കുലപതി വെള്ളിത്തിരുത്തി ഉണ്ണിനായർ എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് കേബിൾ TV ഓപ്പറേറ്റർമാരുടെയും CCTV ജീവനക്കാരുടെയും വൈവിധ്യമേറിയ കലാപരിപാടികൾ അരങ്ങ് തകർത്തു. മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ മഞ്ഞളും പൂശിവ വന്നിതാ നിന്റെ മച്ചാൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. സംഘാടക സമിതി ചെയർമാൻ KC ജോൺസൺ സ്വാഗതവും CCTV ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ KC ജോസ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ചേർന്ന സിൽവർ ജൂബിലി പൊതുസമ്മേളനത്തിൽ വിവിധ കർമ്മമേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചേർന്ന് രജത ജൂബിലിയുടെ സൂചകമായി 25 ചിരാതുകളിൽ തിരിതെളിയിച്ചു. ന്യൂസ് മലയാളം 24/7 മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദ്ദിഖ് പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഇതിൽ തന്നെ മലയാളം ചാനലുകൾ ഉണ്ടായിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ട് കേബിളെല്ലാം വലിച്ച് വീടുകളിൽ എത്തിച്ച് തുടങ്ങിയിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. പിന്നീട് ഓപ്പറേറ്റർമാരെ മൊത്തത്തിൽ ഓരോ പ്രദേശത്തെയും ഓപ്പറേറ്റർമാരെ കൂട്ടായ്മയുണ്ടാക്കി അതിലേറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തെ കൂട്ടായ്മകളിൽ ഒന്നാണ് CCTV. ഇപ്പോൾ 25 വർഷം പിന്നിടുകയാണ്. ചിതറിക്കിടന്നിരുന്ന കേബിൾ ഓപ്പറേറ്റർമാരെ പ്രാദേശിക ചാനലുകൾക്ക് രൂപം കൊടുത്തു. ഘട്ടം ഘട്ടമായി ചാനലുകളുടെ എണ്ണം കൂട്ടി. ഇന്ന് 500-ഓളം ചാനലുകളുണ്ട്. ഏതാണ്ട് 50-ഓളം മലയാളം ചാനലുകൾ തന്നെയുണ്ട്. 10-15-ഓളം സ്പോർട്സ് ചാനലുകൾ, വിവിധ കാറ്റഗറിയിലുള്ള ചാനലുകൾ. അതെല്ലാം ജനങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള സർവീസ് കൊടുത്തു. ഇവിടെ സൂചിപ്പിച്ചു, ഈ ഇൻഡസ്ട്രിയിലേക്ക് കയറി വന്നത് വലിയ വലിയ കോർപ്പറേറ്റുകളാണ്. അതിലൊന്ന് കേരളത്തിലേക്ക് മലയാളികളുടേത് എന്ന് തുടക്കം എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് ഏഷ്യാനെറ്റ്. CCTV കൂട്ടായ്മയുടെയും ഇച്ഛാശക്തിയുടെയും വിജയകരമായ മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേബിൾ TVയുമായി ബന്ധപ്പെട്ട വിവിധ സംരംഭ കൂട്ടായ്മകളുടെയും സംഘടനയുടെയും ചാലകശക്തിയായി മാറുവാൻ കഴിഞ്ഞ സംഘമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓപ്പറേറ്റർമാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് വിജയിപ്പിക്കാൻ കഴിയുമെന്നതിന് തുടക്കം കുറിച്ചത്. പിന്നീട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ ചെറിയ ചെറിയ കൂട്ടായ്മകൾ രൂപം കൊണ്ടു. പിന്നീട് അത് ജില്ലാതല രൂപം കൊണ്ടു. നമുക്കറിയാം, ഇവിടെ ജോൺസേട്ടനെ പോലുള്ള ആളുകൾ CCTVക്ക് മാത്രമല്ല രൂപം കൊടുത്തത്. തൃശ്ശൂർ ജില്ലയിലെ TCV, ഇപ്പോൾ അത് കേരള വിഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടും, അതിന് രൂപം കൊടുത്തു. പിന്നീട് സംസ്ഥാനത്തൊട്ടുക്ക് കേരള വിഷൻ എന്ന മഹത്തായ ശൃംഖലയ്ക്ക് രൂപം കൊടുത്തു. അങ്ങനെ കേരളം ഒട്ടുക്കും കേബിൾ TV രംഗത്ത് കൊടുത്തു. കുന്നംകുളം നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് അധ്യക്ഷനായി. സിൽവർ ജൂബിലിയുടെ ഭാഗമായ സുവനീർ, തീം സോങ്, ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദൃശ്യാവിഷ്കാരം എന്നിവയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. നമ്മുടെ ലഹരി അരുതേ അരുതേ ലഹരി തരുതേ
ജീവിതമാട്ടേ നമ്മുടെ ലഹരി. വേണം വേണം ജീവിതലഹരി, വേണ്ടേ വേണ്ട മാലകലഹരി, വേണം ഏഷ്യാനെറ്റ് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 10 ടീമിന്റെ സംഗീത വിരുന്ന്, ഐശ്വര്യലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ച നൃത്തവിസ്മയം, ഹാസ്യതാരങ്ങളുടെ പ്രകടനങ്ങൾ എന്നിവയാൽ കലാവിരുന്ന് അവിസ്മരണീയമായി. ചടങ്ങിനെ സംഘാടക സമിതി ചെയർമാൻ KT സഹദേവൻ സ്വാഗതവും വൈസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TV ജോൺസൺ നന്ദിയും പറഞ്ഞു. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവറായ ആദൂർ സ്വദേശി വിഷ്ണുവിനാണ് പരിക്ക് പറ്റിയത്. കഴിഞ്ഞ ദിവസം രാത്രി 10:30ഓടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം പാർക്കിലെ ഓട്ടോ ഡ്രൈവറാണ് വിഷ്ണു. ഓട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ കേച്ചേരി ഭാഗത്തു നിന്നും വന്നിരുന്ന മലപ്പുറം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ വിഷ്ണുവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലത്തൂർ ഗുരുവായൂർ സംസ്ഥാന പാതയായ കുന്നംകുളം വടക്കാഞ്ചേരി റോഡും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും സംഗമിക്കുന്ന സെന്ററാണ് പന്നിത്തടം. റോഡ് വീതി കൂട്ടി നിർമ്മിച്ചതിനു ശേഷം ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് സെന്ററിൽ നടന്നിട്ടുള്ളത്. നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്ന് പന്നിത്തടം സെന്ററിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് പ്രവർത്തിപ്പിക്കാത്തതാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. വേലൂർ പഞ്ചായത്തിലെ വെള്ളാറ്റഞ്ഞൂർ തെക്ക് വാർഡിൽ പുനരുദ്ധാരണം നടത്തിയ പഴയങ്ങാടി കുളത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ CF ജോയ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷേർലി ദിലീപ് കുമാർ, വേലൂർ ഫൊറോന പള്ളി വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന റഷീദ്, പഞ്ചായത്ത് അംഗം ബിന്ദു ശർമ്മ എന്നിവർ സംസാരിച്ചു. കുളവും അതിനോട് ചേർന്നുള്ള സ്ഥലവും കൂടി 29 സെന്റ് സ്ഥലം പഞ്ചായത്തിന് സൗജന്യമായി വിട്ടു നൽകിയ കൊള്ളന്നൂർ സേവിയെയും സഹോദരന്മാരെയും ചടങ്ങിൽ ആദരിച്ചു. ഗുരുവായൂരിൽ ഓട്ടോ തൊഴിലാളികൾ ശനിയാഴ്ച മുതൽ നടത്തി വന്നിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ ഇടപെട്ടതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ഔട്ടർ റിംഗ് റോഡിൽ ഓട്ടോകൾക്ക് ഏർപ്പെടുത്തിയ വൺ വേ പിൻവലിച്ചതായി പോലീസ് അറിയിച്ചു. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്ന് ചർച്ച നടത്തിയ ശേഷമേ ഇപ്പോഴത്തെ ട്രാഫിക് സമ്പ്രദായത്തിൽ മാറ്റം വരുത്തൂ. ഓട്ടോകൾ ഞായറാഴ്ച ഉച്ച മുതൽ ഓടാൻ തുടങ്ങി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധനായ എൽദോമോർ ബസേലിയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാളിന് ഞായറാഴ്ച കൊടിയേറി. രാവിലെ വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ പെരുന്നാൾ കൊടി ആശീർവാദവും തുടർന്ന് കൊടിയേറ്റവും നടത്തി. അന്തോക്യ സിംഹാസനത്തിൽ നിന്നും 340 വർഷം മുൻപ് കോതമംഗലത്തെത്തി മാർത്തോമ ചെറിയ പള്ളിയിൽ ഖബറടങ്ങിയ പരിശുദ്ധ എൽദോമോർ ബസേലിയോസ് ബാവയുടെ 340ാമത് ഓർമ്മ പെരുന്നാളാണ് ഇടവക ഒക്ടോബർ 4 ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. 4-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 6:30 സന്ധ്യാനമസ്കാരം, വചന സന്ദേശം, ആശീർവാദം, നേർച്ച വിതരണം എന്നിവ നടക്കും. പെരുന്നാൾ ദിവസം ഞായറാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥന, 8 മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മോർ സ്റ്റെഫാനോസ് മെത്രാപ്പോലിത്ത വിശുദ്ധ കുർബാന അർപ്പിക്കും. മധ്യസ്ഥ പ്രാർത്ഥന, പെരുന്നാൾ സന്ദേശവും നടത്തും. പൊൻവെള്ളി കുരിശുകളേന്തി നാടിന്റെ സർവ്വക്ഷേമ ഐശ്വര്യങ്ങൾക്കായി അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണവും തുടർന്ന് വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തെടുക്കുന്ന പരിശുദ്ധ എൽദോമോർ ബസേലിയോസ് ബാവയുടെ തിരുശേഷിപ്പ് പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം പുറത്തെടുത്ത് വിശ്വാസികൾ വണങ്ങും. നേർച്ച സദ്യയോടെ പെരുന്നാൾ സമാപിക്കും. കൊടിയേറ്റത്തിന് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CO ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭ 12-ാം വാർഡിൽ അങ്ങാടിത്താഴം ജുമാ മസ്ജിദ് പരിസരത്ത് സ്ഥാപിച്ച മിനിമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. മണലൂർ MLAയുടെ 2024-25 വർഷത്തെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് മിനിമാസ് ലൈറ്റ് സ്ഥാപിച്ചത്. നഗരസഭാ കൗൺസിലർ PK നൌഫൽ, വാർഡ് കൗൺസിലർ മുനീറ അഷ്റഫ്, ഷൈമ എന്നിവർ സംസാരിച്ചു. ഞമനങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ നേതൃത്വത്തിൽ ഏകദിന അഭിനയ പരിശീലന കളരി സംഘടിപ്പിക്കുന്നു. ലോകപ്രശസ്ത നാടക കലാകാരൻ യൂജിനോ ബാർബയുടെ ശിഷ്യനായ ജോസഫ് ജോണിന്റെ നേതൃത്വത്തിലുള്ള ബാംഗ്ലൂർ ജോ ആക്ടുമായി സഹകരിച്ചാണ് ഭാവരസ എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഒക്ടോബർ 2 രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ കൂനമുച്ചി കലാ ഓഡിറ്റോറിയത്തിലെ സകല വിശുദ്ധരുടെയും തിരുശേഷിപ്പ് പ്രയാണം ചൊവ്വന്നൂർ സെന്റ് തോമസ് ദേവാലയത്തിലെത്തി. വിശുദ്ധരായ തോമസ് ശ്ലീഹ, ഫ്രാൻസിസ് സേവ്യർ, ചാവറ കുര്യാക്കോസ് ഏലിയാസ്,
അൽഫോൺസാമ്മ, ഏവു പ്രാസ്യ, മദർ തെരേസ, മറിയം ത്രേസ്യ, ദേവസഹായം എന്നിവരുടെ തിരുശേഷിപ്പ് ഞായർ രാവിലെ 6:30 സെന്റ് ജോർജ് ആശ്രമ ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇരുചക്രവാഹന റാലിയുടെ അകമ്പടിയോടെ ചൊവ്വനൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ എത്തിച്ചേർന്നു. പള്ളി വികാരി ഫാദർ തോമസ് ചൂണ്ടലിന്റെ നേതൃത്വത്തിൽ തിരുശേഷിപ്പ് പ്രയാണത്തെ സ്വീകരിച്ചു. തുടർന്ന് ലതീഞ്ഞ്, ആശീർവാദം, തിരുശേഷിപ്പ് ചുംബനം എന്നീ തിരുകർമ്മങ്ങൾ നടന്നു. ഫാദർ സണ്ണി പുന്നല്ലിപ്പറമ്പിൽ സന്ദേശം നൽകി. കൈക്കാരന്മാരായ TI ജോസ്, PV ജോജി, CL ടാബു എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ താമരയൂർ മെട്രോ ലിങ്ക്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു. മെട്രോ ഹാളിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരങ്ങളായ ശിവജി ഗുരുവായൂർ, നിയാസ് ബക്കർ എന്നിവർ മുഖ്യാതിഥികളായി. ചടങ്ങിൽ സ്നേഹസാന്ത്വനം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കുടുംബസംഗമം, വിദ്യാഭ്യാസ അവാർഡ് വിതരണം, വിവിധ മത്സരങ്ങൾ, സംഗീത വിരുന്ന്, നാടകം എന്നീ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നഗരസഭാ കൗൺസിലർമാരായ നിഷി പുഷ്പരാജ്, വിവിധ മോഹനൻ, ജനറൽ സെക്രട്ടറി ഗിരീഷ് C. ഗീവർ, ട്രഷറർ ജോബി വാഴപ്പള്ളി, ജോർജ് തരകൻ, മെട്രോ ലേഡീസ് പ്രസിഡന്റ് അജിത രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ജീവധാര പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണവും അടിയന്തര ഘട്ടങ്ങളിലെ പ്രഥമ ശുശ്രൂഷ പരിചരണ പരിശീലന ക്ലാസും നടത്തി. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസ്സിന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കുന്നംകുളം ചാപ്റ്റർ പ്രസിഡന്റ് KM ഗഫൂർ നേതൃത്വം നൽകി. കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിലെ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെൻസി P. ജോൺ അടിയന്തര ഘട്ടങ്ങളിലെ പ്രഥമ ശുശ്രൂഷ പരിചരണ പരിശീലനം നൽകി. പ്രോഗ്രാം സബ് കമ്മിറ്റി ചെയർമാൻ KA ഫരീദ് അലി അധ്യക്ഷത വഹിച്ചു. ദയാ റോയൽ ഹോസ്പിറ്റൽ മാനേജർ MG സേതുരാജ്, KG ഉഷാദേവി, ഷൗക്കത്ത് കടങ്ങോട്, നസീമ ഷക്കീർ എന്നിവർ സംസാരിച്ചു. DYFI ഗുരുവായൂർ വെസ്റ്റ് മേഖലാ സമ്മേളനം DYFI ജില്ലാ ട്രഷറർ KS സെന്തിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി അംഗം ദേവിക ദിലീപ് അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് K. അശ്വിൻ പ്രവർത്തന റിപ്പോർട്ടും ബ്ലോക്ക് പ്രസിഡന്റ് KS അനൂപ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K. പ്രജീഷ്, GN രാമകൃഷ്ണൻ, രഞ്ജിത്ത്, ആനന്ദ്, രാകേഷ് എന്നിവർ സംസാരിച്ചു. മന്നലാംകുന്ന് രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി ട്രസ്റ്റ് പ്രസിഡന്റും പുന്നയൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായിരുന്ന AA ഗദ്ദാഫിയുടെ അനുസ്മരണ സദസ്സ് നടത്തി. മന്നലാംകുന്ന് സെന്ററിൽ DCC ജനറൽ സെക്രട്ടറി MV ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു. ഷർബനോസ് പണിക്ക വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി AM അലാവുദ്ദീൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ, പുന്നയൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KK ഷുക്കൂർ, വാർഡ് മെമ്പർ അസീസ് മന്നലാംകുന്ന്, CPM പ്രതിനിധി TK ഖാദർ, മുസ്ലിം ലീഗ് പ്രതിനിധി PK ഹംസക്കുട്ടി, വെൽഫെയർ പാർട്ടി പ്രതിനിധി സൈനുദ്ദീൻ ഫലാഹി, മറ്റ് കോൺഗ്രസ് നേതാക്കൾ എന്നിവർ സംസാരിച്ചു. അൻവർ അസൈനാരകത്ത് സ്വാഗതവും അലി തണ്ണിതുറക്കൽ നന്ദിയും പറഞ്ഞു. തലക്കോട്ടുകര വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് വൈവിത് 25 സമാപിച്ചു. ആധുനിക സാങ്കേതിക പ്രദർശനങ്ങൾ, നവോത്ഥാന ആശയ മത്സരങ്ങൾ, വർക്ക്ഷോപ്പുകൾ, സ്റ്റാർട്ടപ്പ് എക്സ്പോ, സാംസ്കാരിക പരിപാടികൾ എന്നിവയുടെ സമഗ്ര കൂട്ടായ്മയായിരുന്നു വൈവിത് 25. പ്രിൻസിപ്പൽ ഡോക്ടർ CC സുനിത, ഫെസ്റ്റ് കൺവീനർ L അനിത, ജോയിന്റ് കൺവീനർ TP നവീൻ എന്നിവർ നേതൃത്വം നൽകി. സ്ട്രക്ചറൽ റെസിപ്രോസിറ്റിയും ബയോമിമിക്രിയും സമന്വയിപ്പിച്ച് പ്രദർശനം, പ്രോജക്റ്റുകൾ, എമേഴ്സോ, ഡിസ്ട്രോയ് ദ ഡെസിബൽ മത്സരം, അദ്വൈത പ്രദർശനം, ലിഗ റോബോട്ടിക്സ്, ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെയും AI നിയന്ത്രിത സംവിധാനങ്ങളുടെയും പ്രദർശനം, വാഹന സാങ്കേതിക വിദ്യയിലെ പുതുമകൾ പ്രകടമാക്കുന്ന അഗ്നിചക്ര പ്രദർശനം എന്നിവ വൈവിധ്യന്റെ പ്രത്യേകതയായി. തുടർന്ന് തിരുമാലി ബാൻഡ് അവതരിപ്പിച്ച പ്രോഷോ സംഗീത വിരുന്ന് അരങ്ങേറി. തിരുവത്ര അൽറഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച IAS ജൂനിയർ ഓറിയന്റേഷൻ ക്ലാസ് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. അൽറഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റും നോളജ് റിസോഴ്സ് എംപവർമെന്റ് ആക്ടിവിറ്റീസ് IAS അക്കാദമിയും സംയുക്തമായാണ് 7ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ജൂനിയർ സിവിൽ സർവീസ് സൗജന്യ ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചത്. അൽറഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് MA മൊയ്തീൻ ഷാ അധ്യക്ഷത വഹിച്ചു. ക്രിയ അക്കാദമി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് മുഹമ്മദ് റോഷിൻ സിവിൽ സർവീസ് ഓറിയന്റേഷൻ ക്ലാസ് നയിച്ചു. ട്രസ്റ്റിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അൽറഹ്മ അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ സിറാജ് P. ഹുസൈൻ വിവരിച്ചു. PK രാധാകൃഷ്ണൻ, VA മുഹമ്മദ്, ഷമിത ഭാനു, റംല BV, M. അബ്ദുൾ നാസർ, ഷബീർ പുളിക്കൽ, TS നിസാമുദ്ദീൻ എന്നിവർ സംസാരിച്ചു. അൽറഹ്മ അക്കാദമിക് ചെയർമാൻ RV അഹമ്മദ് കബീർ ഫൈസി സ്വാഗതവും ചീഫ് കോർഡിനേറ്റർ TM മൊയ്തീൻ ഷാ നന്ദിയും പറഞ്ഞു.
ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരെ രാജ്യത്ത് BJP നടത്തിയ വോട്ടുകൊള്ളയ്ക്കെതിരെ AICC ആഹ്വാനപ്രകാരമുള്ള സിഗ്നേച്ചർ ക്യാമ്പയിൻ കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. റഹീം ആദൂർ, സജീവ് ചാത്തനാത്ത്, OS വാസുദേവൻ, PK രാമകൃഷ്ണൻ, സലാം വലിയകത്ത്, PK വിനയകുമാർ, സത്താർ ആദൂർ, MH നൌഷാദ്, ദീപ രാമചന്ദ്രൻ, AA അബ്ദുൾ മജീദ്, അബ്ദുൾ സലീം എന്നിവർ സംസാരിച്ചു. കടപ്പുറം പഞ്ചായത്ത് കുടുംബശ്രീ CDSന് സമഗ്ര പ്രവർത്തന മികവിനുള്ള ISO പുരസ്കാരം ലഭിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്തും കുടുംബശ്രീ ചെയർപേഴ്സൺ ഫൗസിയ ഉമറും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. കാര്യക്ഷമതയും ഗുണനിലവാരവുമുള്ള ഓഫീസ് സംവിധാനം, സർക്കാർ അംഗീകാരമുള്ള ബൈലോ പ്രകാരമുള്ള പ്രവർത്തനങ്ങളുടെ സമയബന്ധിതമായ പൂർത്തീകരണം, CDS മുഖേന നൽകുന്ന സേവനങ്ങളുടെ മികവ്, ഉയർന്ന പശ്ചാത്തല സൗകര്യങ്ങളോടുകൂടിയ സുസ്ഥിരവും സമഗ്രവുമായ ഓഫീസ് മികവ് എന്നിവ കൈവരിച്ചുകൊണ്ടാണ് കടപ്പുറം കുടുംബശ്രീ ISO പുരസ്കാര നേട്ടത്തിന് അർഹമായത്. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർ TR ഇബ്രാഹിം, മെമ്പർ സെക്രട്ടറി ശ്രീകുമാർ, മറ്റ് കുടുംബശ്രീ ഭാരവാഹികൾ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി 1-ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് KK രവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB രാജീവ് മുഖ്യ പ്രഭാഷണം നടത്തി. മണ്ഡലം വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അദിയാരത്ത്, മണ്ഡലം പ്രസിഡന്റ് MM അലി, ബ്ലോക്ക് സെക്രട്ടറിമാരായ NM റഫീഖ്, NK അബ്ദുൾ മജീദ്, സോണി സക്കറിയ, KSU ജില്ലാ സെക്രട്ടറി റാഷിദ് പെരുന്തുരുത്തി തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,670 രൂപ, പവന് 85,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 153 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.